Hi, happy Onam from Anuradha Jalesh family. ഒക്കെ എൻ്റെ മോളും മോനും ഫാമിലിയായിട്ട് വന്നിട്ടുണ്ട്. ഓണം ആഘോഷിക്കാൻ അവർ ചെറിയ രീതിയിൽ ഒരു അത്തപ്പ് ഇട്ടു. ഞങ്ങൾ ഓണസദ്യ ഒരുക്കി, അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ മോളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അങ്ങോട്ട് പോയി. ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണൊരുക്കി. ഞങ്ങളുടെ ഊണിൻ്റെ വിഭവങ്ങളാണ് അവിടെ കാണിച്ചത്. ആദ്യം വിളക്കത്ത് വിളമ്പി. ഇതൊക്കെയാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. ചെറിയ രീതിയിലാണെങ്കിൽ ഒരു ചെറിയ സദ്യ ഒരുക്കി. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇലയിട്ടിട്ട് ഞങ്ങൾ ഓരോരുത്തരും ഇലയിലെ ഓരോ ഡിഷ് വിളമ്പി. എന്നിട്ടാണ് എല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചത്. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വിളമ്പുന്നതും കഴിക്കുന്നതും എല്ലാം ഞങ്ങൾ തന്നെ. അതുകൊണ്ട് ആദ്യം ഞങ്ങൾ ഇലയിട്ട് എല്ലാം ചോറൊഴിച്ചെല്ലാം വിളമ്പി എന്നിട്ടാണ് ഞങ്ങൾ കഴിക്കാനിരുന്നത്. നിങ്ങളുടെ വീട്ടിലെ ഓണത്തിൻ്റെ ദിവസം ആയത് കാരണം എല്ലാവരെയും ഞാൻ നിർബന്ധിച്ച് താഴെ ഇരുത്തിപ്പിച്ചു. ഓണത്തിന് താഴെ ഇരുന്ന് ഇലയിലുണ്ടാലല്ലേ ഓണസദ്യ കൊണ്ട് ഒരു പ്രതീതി വരുവുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും തന്നെ പായിട്ട് ഇലയിലെ സദ്യ വിളമ്പിയാണ് കഴിച്ചത്. പിന്നെ ഞങ്ങളുടെ കുഞ്ഞു ബാവയുടെ ആദ്യത്തെ ഓണമായിരുന്നു. അപ്പോൾ അവനെ എങ്ങനെയെങ്കിലും കൊണ്ട് ഓണസദ്യ കഴിപ്പിക്കണമെന്ന് തോന്നി ഞങ്ങൾ അവനെയും ഞങ്ങളുടെ കൂടെ തന്നെ കൂട്ടി ഓണസദ്യക്ക് വേണ്ടി. അവൻ വരുന്നതേ ഉള്ളൂ ഓണസദ്യ കഴിക്കാൻ വേണ്ടി. നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ നിരന്നിരുന്ന് ഓണസദ്യ കഴിച്ചു. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ എല്ലാവരും ഓണസദ്യ കഴിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെ 2025 സെപ്റ്റംബർ 5 ഓണവും കടന്നുപോയി. അപ്പം അന്നത്തെ ദിവസം എന്താണെങ്കിലും ഞങ്ങൾ ആരും നോൺ വെജ് എടുക്കാറില്ലല്ലോ. നിങ്ങളും അങ്ങനെ ആയിരിക്കുമല്ലോ. അതിനുശേഷം ഉച്ചയൂണിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ തൃക്കാക്കര അമ്പലത്തിൽ പോയി. തൃക്കാക്കര അമ്പലം ഞങ്ങളുടെ വീടിൻ്റെ ഒരുപാട് ദൂരെയല്ലെന്ന് അടുത്തുമല്ല. ഒരു കുട്ടി ആനയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ അന്ന് ഉത്സവം തീരുന്ന ദിവസമായിരുന്നു. അപ്പോൾ ആറാട്ടിന് വേണ്ടി ആന ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്ന് ആറാട്ടൊക്കെ കണ്ടു. ആറാട്ട് കണ്ടില്ല, ആനയെ കണ്ടു. ആറാട്ടിന് വേണ്ടി ഭഗവാൻ പോകുന്നത് കണ്ടു. എന്നിട്ട് ബാക്കി അവിടെ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒരു 7-8 ആനയെ കൊണ്ടുവന്ന് അതിനെ ഇങ്ങനെ റെഡിയാക്കി നിർത്തി. അപ്പോൾ ഭഗവാൻ ആറാട്ട് കഴിഞ്ഞ് വരുമ്പോൾ ഇതിലേക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. അത്രയും സമയം ഞങ്ങളിവിടെ നിന്നില്ല. അപ്പോൾ കുറച്ച് സമയം ഞങ്ങൾ പ്രോഗ്രാം കണ്ടു. പിന്നുള്ളത് കാരണം അവൻ അതേ സമയം അവിടെ നിർത്തില്ല. പിന്നെ ആനയൊക്കെ കാണിച്ചു. പിന്നെ അവിടെ ഇരുന്ന് പാട്ട് കച്ചേരി കേൾക്കുവാണ്. അങ്ങനെ ഞങ്ങൾ തൃക്കാക്കര അമ്പലത്തിൽ അവരെ കൊണ്ടുപോയി ഭഗവാനെയും കണ്ടു. കുറച്ച് നേരം അവിടെ നിന്നു. അതിനുശേഷം അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ തിരികെ ഇതിപ്പം ആറാട്ടിന് പോകുന്നതിൻ്റെ മുമ്പ് ഭഗവാന് ശ്രീവേലി നടത്തുന്നതാണ് തൃക്കാക്കരയിൽ. എല്ലാവരും അവിടെ ഇരുന്ന് അവിടുത്തെ പാട്ട് കച്ചേരിയൊക്കെ കേൾക്കുവാണ്. ആൾക്കാരെല്ലാം അവിടെ ഇരുന്ന് പാട്ട് കച്ചേരിയൊക്കെ കേൾക്കുവാണ്. ആറാട്ട് കഴിഞ്ഞ് വരുന്നത് വരെ എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യും. ശ്രീവേലിക്ക് ഭഗവാനിൽ നിന്ന് ആനപ്പുറത്ത് പോകുന്നതാണ്. ആറാട്ടിന് വേണ്ടി ചുറ്റിയ ശേഷം അങ്ങ് ആറാട്ടിന് വേണ്ടി പോകുവാണ്. അപ്പം അതിനു മുമ്പുള്ള ഒരു ചുറ്റലാണ്. ബാക്കി ആനകളെല്ലാം ഒരുക്കി നിർത്തിയിട്ടുണ്ട്. തൃക്കാക്കര അമ്പലമാണ്, അറിയാമല്ലോ. എറണാകുളം ജില്ലയിലാണ് തൃക്കാക്കര ക്ഷേത്രം. അത് ഓണത്തിനാണ് അവിടുത്തെ ഉത്സവം. വാമനൻ മൂർത്തിയുണ്ട്. മഹാബലിയെ ചവിട്ടി താഴ്ത്തിയ സ്ഥലമാണെന്ന് വിശ്വസിക്കുന്നു. മഹാബലിയുടെ ഒരു ആരാധന അവിടെയുണ്ട്. ഒരു സ്ഥലമുണ്ട് മഹാബലിയായിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണല്ലോ.